നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏത്? ആശ്വാസകിരണം പദ്ധതി, പ്രത്യുത്ഥാനം പദ്ധതി, സഹജീവനം പദ്ധതി, മിത്രം പദ്ധതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രത്യുത്ഥാനം പദ്ധതിയാണ്. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതിയാണ് പ്രത്യുത്ഥാനം പദ്ധതി. ഇനി ബാക്കിയുള്ള ഓപ്ഷനുകൾ കൂടെ നമുക്ക് നോക്കാം. ഇത് ആശ്വാസകിരണം പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ശാരീരികമായും മാനസികമായും കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്ന പരിചാരകർക്ക് പ്രതിമാസം 600 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. അപ്പോൾ ആശ്വാസകിരണം പദ്ധതി ശാരീരികമായും മാനസികമായും കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. അതും കൂടെ നോട്ട് ചെയ്യാം. അടുത്തത് സഹജീവനം പദ്ധതിയാണ് ഓപ്ഷനിലുണ്ടായിരുന്നത്, അതൊന്ന് നോക്കാം. കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് കോവിഡ് കാലത്ത് വീടുകളിൽ അടച്ചുപൂട്ടിയ ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാനസിക പിന്തുണയും വാതിൽപ്പടി സേവനങ്ങളും ഉറപ്പാക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഇപ്പോൾ സഹജീവന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കുന്നത് കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ്. കോവിഡ് കാലത്ത് വീടുകളിൽ അടച്ചുപൂട്ടിയ ഭിന്നശേഷിക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാനസിക പിന്തുണയും വാതിൽപ്പടി സേവനങ്ങളും ഉറപ്പാക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് സഹജീവനം. അടുത്ത ഓപ്ഷനിലുണ്ടായിരുന്നത് മിത്രം പദ്ധതിയാണ്. അതെന്താണെന്ന് നോക്കാം. മുൻ തടവുകാർ, കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർ, അവരുടെ ആശ്രിതർ എന്നിവർക്ക് തൊഴിൽ പരിശീലനവും പുനരധിവാസവും നൽകി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് മിത്രം പദ്ധതി. മുൻ തടവുകാർ, കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർ, അവരുടെ ആശ്രിതർ എന്നിവർക്ക് തൊഴിൽ പരിശീലനവും പുനരധിവാസവും നൽകി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് മിത്രം പദ്ധതി. സ്വയം തൊഴിൽ കണ്ടെത്താനും വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഈ പദ്ധതി അതിക്രമത്തിന് ഇരയായവർക്ക് അതിജീവനത്തിലുള്ള അവസരവും ഒരുക്കുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം, മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ഭിന്നശേഷി വിഭാഗം, യുവജനങ്ങൾ, വയോജനങ്ങൾ, വിദ്യാർത്ഥികൾ. സല്ലാപം, മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ വയോജനങ്ങളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് കൂടെ നോക്കാം. സല്ലാപവും മന്ദഹാസവും ഈ പദ്ധതികളെ പറ്റി നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കാം. മന്ദഹാസം പദ്ധതി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ പല്ലുകൾ നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം. ഇത് നടപ്പിലാക്കുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ പല്ലുകൾ വെച്ച് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. അടുത്തത് സല്ലാപം. കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒറ്റയ്ക്കോ ഏകാന്തതയിലോ താമസിക്കുന്ന വയോജനങ്ങൾക്ക് മാനസിക പിന്തുണയും സൗഹൃദവും നൽകുന്ന പദ്ധതിയാണ് സല്ലാപം പദ്ധതി. വിദ്യാർത്ഥികൾ ഫോണിലൂടെ സൗഹൃദ സംഭാഷണം നടത്തുന്ന രീതിയാണ് ഇത്. സാമൂഹ്യനീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതും കൂടെ നോട്ട് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? യുവശക്തി, കേരളീയം / പദ്ധതി, യുവജന കമ്മീഷൻ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക്